നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള സെല്ലോ വേൾഡ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ വിശേഷങ്ങളാണ്. ഇവർ 1900 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. ഒക്ടോബർ 30 മുതൽ നവംബർ 1 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ 1900 കോടി റേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇത് മുഴുവനായിട്ടും ഓഫർ ഫോർ സെയിലാണ്. ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ പലർക്കും അയ്യോ ഈ കമ്പനി അപ്പോൾ കൊള്ളില്ല അങ്ങനെ ഒരു ചിന്താഗതി വരുന്നതായിട്ട് മനസ്സിലാക്കുന്നു. എന്നാൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നല്ല ഒരു കമ്പനി അതിൻ്റെ നല്ല ഒരു ലെവലിൽ എത്തുമ്പോൾ അതിൽ ആദ്യം പണം മുടക്കിയിട്ടുള്ള ഈ പ്രൊമോട്ടർമാരും ആദ്യം ഇതിൽ പണം മുടക്കിയിട്ടുള്ള മറ്റ് നിക്ഷേപകരും അവർക്ക് അതൊന്ന് വിറ്റ് കുറച്ച് പൈസ എടുക്കണം തിരിച്ചെടുക്കണം എന്നൊരു തോന്നൽ വരുമ്പോഴാണ് ഓഫർ ഫോർ സെയിലിലേക്ക് പോകുന്നത്. അപ്പോൾ അവരുടെ കൈവശമുള്ള ഓഹരികളുടെ ചെറിയൊരു പങ്ക് വിറ്റഴിക്കുന്നു. അതുവഴി അവർക്ക് പണം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ കമ്പനി എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകത. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കമ്പനിക്ക് അതിൻ്റെതായ ഒരു സ്റ്റാറ്റസും മാത്രമല്ല കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാകുന്നു. വിൽക്കാനും വാങ്ങാനും എല്ലാം പിന്നീട് ഫ്യൂച്ചറിൽ ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ വലിയ എളുപ്പത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നെ മാത്രമല്ല ഈ അവസരം മുതലെടുത്തുകൊണ്ട് സാധാരണക്കാരായ നിക്ഷേപകർക്ക് ഈ കമ്പനിയുടെ ഉടമസ്ഥാവകാശം കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അവസരവും ഉണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഓഫർ ഫോർ സെയിൽ തെറ്റായ കാര്യമാണെന്ന് കരുതരുത്. എന്തായാലും ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്റ്റേഷനറി സാധനങ്ങളും അതുപോലെ തന്നെ കൺസ്യൂമർ ഹൗസ് വെയർ ഉൽപ്പന്നങ്ങൾ, അതായത് കാസറോള്, പേന, പിന്നെ മോൾഡഡ് പ്ലാസ്റ്റിക് ചെയറുകൾ, പിന്നെ വാട്ടർ ബോട്ടിൽസ്, അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സെല്ലോ വേൾഡ് ലിമിറ്റഡ് ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇവരെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസ്യൂമർ ഹൗസ് വെയർ പ്രോഡക്റ്റുകൾ, അതുപോലെ തന്നെ റൈറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, സ്റ്റേഷനറി, മോൾഡഡ് ഫർണിച്ചർ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഉപകരണങ്ങളെല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിലെ ഈ കൺസ്യൂമർ പ്രോഡക്റ്റ് നിർമ്മാണ കമ്പനികളിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു കമ്പനി കൂടിയാണ് സെല്ലോ. 2017 സെല്ലോ എന്നുള്ള ബ്രാൻഡിൽ കമ്പനി ഗ്ലാസ് വെയറുകളും ഒപ്പൽ വെയർ ബിസിനസ്സും ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2019 യൂണോമാക്സ് എന്നുള്ള പേരിൽ റൈറ്റിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെയും സ്റ്റേഷനറിയുടെയും ബിസിനസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 2017 തന്നെ ഈ ക്ലീനിങ് എക്യുപ്മെൻസിൻ്റെ അല്ലെങ്കിൽ ക്ലീനിങ് എയ്ഡ്സിൻ്റെ ബിസിനസ് ക്ലീനോ എന്നുള്ള ബ്രാൻഡിൽ അവർ തുടങ്ങി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 15,891 സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഡക്റ്റിനും ഒരു കോഡ് നമ്പർ ഇടുകയാണെങ്കിൽ 15,891 കോഡ് നമ്പേഴ്സ്, അതായത് അത്രയും വെറൈറ്റി പ്രോഡക്ട്സ് കമ്പനിക്ക് 2023 കണക്ക് വെച്ചിട്ട് ഉണ്ട്. ഏറ്റവും പുതിയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മഹാരാഷ്ട്ര ബേസ്ഡ് കമ്പനിക്ക് 13 ഉൽപ്പാദക യൂണിറ്റുകളാണുള്ളത്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളാണുള്ളത്. അവർ അവിടെ 57.77 ദശലക്ഷം യൂണിറ്റ്സ് ഹൗസ് വെയർ പ്രോഡക്ട്സ് പ്രതിവർഷം നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 15,000 ടൺസ് ഈ ഓപ്പൽ വെയറുകൾ, ഗ്ലാസ് വെയറുകൾ പ്രതിവർഷം നിർമ്മിക്കുന്നുണ്ട്. 705 ദശലക്ഷം യൂണിറ്റുകൾ ഈ എഴുത്തുപകരണം അല്ലെങ്കിൽ പേന നിർമ്മിക്കുന്നുണ്ട്. സ്റ്റേഷനറി പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. 12.8 ദശലക്ഷം മോൾഡഡ് ഫർണിച്ചർ യൂണിറ്റുകൾ കമ്പനി പ്രതിവർഷം ഉണ്ടാക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടി മാത്രം 59 എംപ്ലോയീസ് അടങ്ങുന്ന ഒരു വലിയ ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ രാജസ്ഥാനിൽ യൂറോപ്യൻ ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടെ ഒരു ഗ്ലാസ് മാനുഫാക്ചറിങ് യൂണിറ്റ് കൂടി തുടങ്ങാനായിട്ടുള്ള പരിപാടിയിലാണ്.
ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ 3 ദശകത്തോളം ഈ പ്ലാസ്റ്റിക് നിർമ്മാണ രംഗത്ത് പരിചയമുള്ള പ്രദീപ് ഗിസുലാൽ റാത്തോഡ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന അദ്ദേഹമാണ് ഈ കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. അദ്ദേഹത്തെ കൂടാതെ പങ്കജ് ഗിസുലാൽ റാത്തോഡ്, ഗൗരവ് പ്രദീപ് റാത്തോഡ് എന്നീ 3 പേരാണ് പ്രധാന പ്രൊമോട്ടർമാർ. ഇവരുടെ കൈവശമാണ് 100% ഓഹരികളും ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. ഇതിൽ നമുക്കറിയാം ഓഫർ ഫോർ സെയിൽ നടത്തുകയാണ് ഇവർ. അപ്പോൾ ഓഫർ ഫോർ സെയിൽ നടത്തി കഴിയുമ്പോൾ ഈ ഇഷ്യൂ കഴിയുമ്പോൾ 91.8% ഇവരുടെ ഓഹരികൾ കുറയുന്നുണ്ട്. അതായത് 8.2% ഓഹരികളാണ് ഇവർ വിറ്റഴിക്കുന്നത്. അപ്പോൾ ഇവർ മാത്രമല്ല, ഇവരുടെ ഫാമിലിയിലുള്ള സംഗീത പ്രദീപ്, ബബിത പങ്കജ്, പിന്നെ രുചി ഗൗരവ് റാത്തോഡ്, ഈ 3 സ്ത്രീകൾ കൂടി അവരുടെ കൈവശമുള്ള ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഓഫർ ഫോർ സെയിൽ ഇത്രയും 8.2% വരുന്നത്. ഇനി പ്രധാന പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണ്. EPS 13.65 പി റേഷ്യോ 46.85, 49.20, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 23.17% NAV 56.84 പെർ ഷെയറാണ്. പിന്നെ ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, ICICI സെക്യൂരിറ്റീസ്, IIFL സെക്യൂരിറ്റീസ്, JM ഫിനാൻഷ്യൽസ്, മോത്തിലാൽ ഓസ്വാൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് ഇവരൊക്കെയാണ്. രജിസ്ട്രാർ ലിങ്ക് ടൈം ഇന്ത്യയും. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വിലയേറിയ താരമായിട്ടുള്ള അമിതാഭ് ബച്ചനാണ് ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ. അതുകൂടാതെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ലിസ്റ്റഡ് കമ്പനിയായിട്ടുള്ള വിംപ്ലാസ്റ്റിൻ്റെ പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ്. ഇനി നമുക്ക് സെല്ലോയുടെ ലിസ്റ്റഡ് കോമ്പറ്റീറ്റേഴ്സിനെ ഒന്ന് നോക്കാം. പിയർ കമ്പനികൾ എന്ന് പറയുന്ന കമ്പനികൾ. സെല്ലോയുടെ EPS നമുക്കറിയാം 13.65. ഇനി പിയർ കമ്പനിയായിട്ടുള്ള ബോറോസിൽ ലിമിറ്റഡ്, അത് EPS 7.86. പിന്നെ കോക്കുയോ കാംലിൻ ലിമിറ്റഡ് എന്നുള്ളത് 2.44. ലാ ഒപാല RG ലിമിറ്റഡ് 11.08. സ്റ്റൗക്രാഫ്റ്റ് ലിമിറ്റഡ് 10.87. പിന്നെ TTK പ്രസ്റ്റീജ് ലിമിറ്റഡ് ആണ്, അവർ 18.34. ലിങ്ക് ലിമിറ്റഡ് അത് 25.15. പിന്നെ ഹോക്കിൻസ് കുക്കേഴ്സ് ലിമിറ്റഡ് അവർ 179.24. അപ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ROICയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ കാര്യത്തിൽ ഈ കമ്പനികളിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് സെലോ ആണ്. അത് മാത്രമല്ല, വളരെ ഹയസ്റ്റ് ആയിട്ടുള്ള എബിറ്റിഡ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, ആ മാർജിനും 2021, 22, 23 വർഷങ്ങളിൽ ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കുന്നതും പിയർ കമ്പനികളുമായിട്ട് നോക്കുമ്പോൾ സെലോ വേൾഡിൻ്റെ തന്നെയാണ്. വളരെ മികച്ച ഫിനാൻഷ്യൽ കണക്കുകളാണ് കമ്പനിയുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2021 മുതൽ 23 വരെയും പിന്നെ 24 ഫസ്റ്റ് ക്വാർട്ടറിലെയും കണക്കുകളാണ് ഇവിടെ ഉള്ളത്. 21 റവന്യൂ നോക്കുക 1049.46 കോടി രൂപയാണ്. 2022 ആയപ്പോഴത്തേക്ക് 1359.18 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അതിൻ്റെ അടുത്ത വർഷം 2023 1796.7 കോടിയാണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. ഇത് ഇനി കമ്പനിയുടെ അറ്റാദായം നോക്കുകയാണെങ്കിൽ 165.55 കോടി രൂപയായിരുന്നു 2021. അത് 219.5 കോടി രൂപയായിട്ട് വർദ്ധിച്ചു 2022. പിന്നീട് വീണ്ടും ഒരു 30% വർധനമാണ്, 285.06 കോടി രൂപയാണ് 2023 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കണക്കുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കമ്പനി വിംപ്ലാസ്റ്റ് പോലെയുള്ള പല കമ്പനികളുടെയും ഓഹരികൾ വാങ്ങിക്കൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി സെല്ലോ വേൾഡിൻ്റെ IPO വിശേഷം ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒക്ടോബർ 30 മുതൽ നവംബർ 1 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 617 രൂപ മുതൽ 648 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെ ഇല്ല. 2,93,2.4
93 crores ഓഹരികളാണ് ഇവർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ അപ്പർ ബാൻഡിൻ്റെ ഇത് വെച്ച് വില വെച്ച് നോക്കുകയാണെങ്കിൽ 1900 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് കമ്പനി റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 23 ഓഹരികൾ വരും. HNIസിനെ സംബന്ധിച്ച് 14 ലോട്ട് മുതൽ 67 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ 5 രൂപയാണ് ഓരോ ഓഹരിയുടെ ഫേസ് വാല്യൂ. 35% ഓഹരികളും റീറ്റെയിലേഴ്സിനാണ് കമ്പനി കൊടുക്കുന്നത്, 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനുമാണ്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് 6-ാം തീയതി വരും, നവംബർ മാസത്തിൽ. അത് റീഫണ്ട് അടുത്ത ദിവസം ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് 8-ാം തീയതി കിട്ടും. പിന്നെ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് നവംബർ 9-ാം തീയതിയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഇവർ എംപ്ലോയീസിന് വേണ്ടിയിട്ട് 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ 61 രൂപ ഡിസ്കൗണ്ട്, ഒരു ഓഹരിയിൽ 61 രൂപയുടെ ഡിസ്കൗണ്ട് അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട എംപ്ലോയീസിന് അവർ കൊടുക്കുന്നുണ്ട്, എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഓഹരിയാണ്. ഇതത്തെ അപ്ലൈ ചെയ്യണോ വേണ്ടിയോ എന്ന് സംശയിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് വളരെ നല്ല ഓഹരിയാണ്. കൺസ്യൂമർ വെയർ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് കൺസ്യൂമർ വെയറുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇവർ തന്നെയാണ് സമാന രീതിയിലുള്ള വിംപ്ലാസ്റ്റിൻ്റെ ഉടമസ്ഥരും ഈ കമ്പനി തന്നെയാണ്. വളരെ നല്ല രീതിയിൽ പോകുന്നതാണ് രണ്ട് കമ്പനികളും. പിന്നെ ഇത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ബ്രാൻഡാണ് സെലോ. അതുകൊണ്ട് ഇതിൽ അപ്ലൈ ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് സെലോ വേൾഡ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ഇടണം. അതോടൊപ്പം തന്നെ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ ഈ വീഡിയോയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് ഒട്ടം തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.